യെസ്, നമ്മളൊക്കെ ബസ് ലിമിറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ബസ് ലിമിറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് ഓട്ടം, അതായത് ബസ് ഓട്ടം അല്ല, നമ്മളെനിക്കൊരു മാപ്പാണ്. അത്യാവശ്യം നല്ല ഗ്രീൻ മാർസ് എന്നാണ് ഒരു മാപ്പിൻ്റെ പേര്. നമുക്കെന്നാൽ ആ മാപ്പൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഓക്കെ, മാപ്പ് എക്സ്പ്ലോറേഷൻ ഒന്നുമല്ല, ഈ മാപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത്യാവശ്യം നല്ലൊരു മാപ്പാണ് എൻ്റെ രീതിയിൽ. ഓക്കെ, നമ്മളിപ്പോൾ കളിക്കാം. ഈ ബസ്സിൻ്റെ ഒരു ഇത് സസ്പെൻഷൻ, അതായത് ഈ ഒരു വണ്ടിയുടെ അത്യാവശ്യം ഈ ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഒരു പ്രൈവറ്റ് ബസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഇതാണ്. കൊണ്ടോടി 2015 മോഡലാണ് ഇത്. ഓക്കെ, ഈ ഒരു മാപ്പിൻ്റെ ലിങ്കൊന്നും ഞാൻ കൊടുക്കത്തില്ല. ഈ ഒരു മാപ്പ്, അതായത് ഈ ഒരു മാപ്പ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാമെന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ പറയാൻ ഇതില്ല ഓക്കെ, ഇതില്ല. അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. ആ ഒരു നിങ്ങൾ ബസ് മാപ്പൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നമുക്ക് ഇങ്ങനെ സ്പീഡിൽ പോകാം. നമുക്ക് ഈ ഗിയർ ഓട്ടോ ആക്കാം ഓക്കെ, നമ്മളിപ്പോൾ അത് ഓട്ടോ ഇതാക്കിയിട്ടുണ്ട് ഓക്കെ. അത്യാവശ്യം സ്പീഡിൽ പോകാം. വെളിവശം എടുക്കും ഓക്കെ. അകത്തൊരു ക്യാമറ സ്പീഡ് പോരാ ഓക്കെ. നമുക്ക് ഷട്ടറൊന്ന് തുറക്കാം. ഓക്കെ, ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കൂട്ടല്ല, നല്ല സ്പീഡുണ്ട്. റൈറ്റ് ബസ്സാണ്, കൊടുത്താൽ പറക്കും ഓക്കെ. ഡ്രിഫ്റ്റിംഗ് ഒക്കെ ആവും. നമ്മളിതിൻ്റെ ഒരു ഡ്രിഫ്റ്റ് ചെയ്തൊരു വീഡിയോ നമ്മുടെ ഷോർട്സ്, അതായത് നമ്മുടെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു ഡ്രിഫ്റ്റ് ചെയ്ത, പക്ഷേ അത് പോയിട്ടുണ്ട്. അത് ഈ ഒരു വശത്ത് വെച്ച് ഡ്രിഫ്റ്റ് നേരെ വളഞ്ഞ വണ്ടി ഓക്കെ. ഈ ഒരു ഡ്രൈവിങ് എങ്ങനെയുണ്ടെന്നത് കമൻറ്റ് ചെയ്യണം. അത്യാവശ്യം ഞാൻ നല്ലൊരു ഡ്രൈവറാണ് ഓക്കെ. ഈ ഒരു മാപ്പിൻ്റെ വെളിവശത്തൊരു വ്യൂ ഇതാണ്. അവിടെ മാർസ് ഗ്രീൻ എന്ന് പറയുന്നത് അവിടെ ഒരു മാർസ്, അതായത് ഒരു മാർസിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് മാർസ് ഗ്രീൻ എന്ന് അവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളപ്പം അവിടെ ഇടിച്ച് വീണിട്ടുണ്ട് ഓക്കെ. അറിയാം, നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തട്ടി വീണു ഓക്കെ. നമ്മൾ അത്യാവശ്യം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലെല്ലാം പോയിട്ടുണ്ട് ഓക്കെ. നമ്മളിന്ന് വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ബസ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയത്തില്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ ഒരു ബസ്സിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു ബസ് എങ്ങനെയാണ്, സ്പീഡിനെ പറ്റി ഈ ഒരു ബസ് എങ്ങനെയാണ്, ഇതിൻ്റെ ലിങ്ക്, ഇതിൻ്റെ മോഡിൻ്റെ ഇതൊരു ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനൊന്നുമല്ല ഓക്കെ. നമ്മൾ ഈ ഒരു ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ബസ് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ യൂട്യൂബിൽ ചെന്നിട്ടാണെങ്കിൽ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ഒരു വീഡിയോ ഇടുന്നതാണ് ഓക്കെ. അത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഈ ബസ് എങ്ങനെ ഉണ്ടെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് നമ്മുടെ ചാനലിലോട്ട്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇങ്ങോട്ട് ബസ്സിൽ വേണ്ടി ഇൻ്റർനാഷണൽ കണ്ടൻറ്റ് കാര്യം, അതായത് ടൂറിൻ്റെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്നൊരു കണ്ടൻറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ടൂറിസ്റ്റ് ബസ്, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടൂറിസ്റ്റ് ബസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യണം. നമ്മൾ ആ ബസ് എടുക്കുന്നതാണ്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കൂടാതെ നിങ്ങൾക്ക് ആപ്പിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ ബസ് മോഡൊക്കെ എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് വേറൊരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കാണിക്കുന്നതാണ്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം, ഷെയറും ചെയ്തേക്കണം. നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വിവരങ്ങളെല്ലാം അറിയിക്കണം. പിന്നെ ആണെങ്കിൽ ഇതിനെ പറ്റിയുള്ള, അതായത് ഇങ്ങോട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് കാര്യം, ബസ്സിന് മറ്റേ ബസ്സുടെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കുറേ ഗെയിംസിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നതാണ്. നമ്മുടെ ചാനൽ അങ്ങോട്ട് സപ്പോർട്ട് ആവുന്നില്ല, ആ ഒരു സബ് കൂടുന്നില്ല അതാണ് ഞാൻ പറയുന്നത്. എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ഓക്കെ. അപ്പോൾ അന്ന് നമ്മൾ ഈ ഒരു ബസ്സിന് മറ്റൊരു വീഡിയോ ആയിരിക്കും ഇടുന്നത്. അപ്പോഴാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കണം, മാക്സിമം ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. ബൈ.